അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമത്തിന് നേരിട്ടിറങ്ങിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച പുടിൻ പശ്ചിമേഷ്യയിലെ നിലവിലെ പ്രതിസന്ധിക്ക് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരം കണ്ടെത്താൻ റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മേഖലയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി മധ്യസ്ഥത വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അദ്ദേഹം സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ റഷ്യയുടെ മധ്യസ്ഥ ശ്രമം ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ ഇറാനും അമേരിക്കയും ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുമെന്നത് കണ്ടറിയണം എന്നത് മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും ലോകം ഉറ്റുനോക്കിയ ഇസ്ലാമാബാദിലെ മാരത്തൺ ചർച്ച പരാജയപ്പെട്ടതിൽ പരസ്പരം പഴിചാരുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും റഷ്യൻ നീക്കത്തോട് സഹകരിക്കുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഉടമ്പടിയില്ലാതെ അവസാനിച്ചെങ്കിലും ഏപ്രിൽ 21 വരെ മേഖലയിൽ വെടിനിർത്തൽ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 21 വരെ യുഎസും ഇറാനും യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്ന് പാകിസ്ഥാനാണ് വ്യക്തമാക്കിയത്. ചർച്ച നടത്തിയ കക്ഷികൾക്കിടയിൽ അനൌദ്യോഗികമായ ഒരു കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏപ്രിൽ 7 ആരംഭിക്കുന്ന 15 ദിവസത്തെ വെടിനിർത്തൽ ഏപ്രിൽ 21 വരെ തുടരും. ഈ കാലയളവിൽ ഒരു ലംഘനവും ഉണ്ടാകില്ല, പാകിസ്ഥാൻ സർക്കാരിന്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. ഇസ്ലാമാബാദിൽ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ നടന്നെങ്കിലും ആണവായുധ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം കാരണം കരാറിൽ എത്തിയിരുന്നില്ല. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന യുഎസ് ആവശ്യവും ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന്റെ ആവശ്യവുമാണ് ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണമായത്. ഉപരോധങ്ങൾ നീക്കണമെന്ന ഇറാന് നിർബന്ധമുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണത്തിൽ ഇരു രാജ്യങ്ങളും ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സൗദി അറേബ്യയിൽ തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇറാനുമേൽ ശക്തമായ സൈനിക സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട്. ഏപ്രിൽ 21 സമാധാന നിർദ്ദേശത്തോടെ ഇറാൻ പ്രതികരിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ സൈനികമായി ഇടപെടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെയും സൗദി അറേബ്യയുടെയും സൈനിക സമ്മർദ്ദവും നയതന്ത്ര നീക്കങ്ങളും ഇറാനെ പിന്തിരിപ്പിച്ചു നിർത്താൻ നിലവിൽ സഹായിക്കുന്നുമുണ്ട്. എങ്കിലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന്റെ ഭാവി. നിലവിൽ ഇറാൻ സൈനിക പിന്മാറ്റത്തിനുള്ള മാനസിക അവസ്ഥയിലാണ്. ഗൾഫ് മേഖലയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സാന്നിധ്യവും യുഎസ് നയതന്ത്ര നീക്കങ്ങളും ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സമാധാന നീക്കത്തിനായി ഉപരോധങ്ങൾ നീക്കുന്നതും മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടുന്നതും ഉൾപ്പെടെയുള്ള 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ യുഎസ് തയ്യാറായില്ല. യുഎസ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തിന് ഇറാൻ ഇനിയും ഔദ്യോഗിക മറുപടി നൽകിയിട്ടില്ല. എങ്കിലും ഏപ്രിൽ 21 വരെ പുതിയ ആക്രമണമോ സംഘർഷങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പാകിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് യുഎസുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായി ഇറാനാണ് അറിയിച്ചത്. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് വെറും കൈയോടെ വീട്ടിലേക്ക് മടങ്ങിയെന്നും ഇറാന്റെ പരിഹാസം ഉണ്ടായിരുന്നു. യുദ്ധത്തിലൂടെ നേടാൻ സാധിക്കാത്തത് ചർച്ചയിൽ കൂടി ആവശ്യപ്പെടുകയായിരുന്നു യുഎസ് എന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിരിക്കുകയാണെന്നും യുഎസുമായുള്ള ചർച്ച ഒരു തീരുമാനത്തിലെത്താതെ പിരിഞ്ഞുവെന്നും ഖാനയിലെ ഇറാൻ എംബസി എക്സിൽ കുറിച്ചു. വെറും കൈയോടെ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് കുറിപ്പിൽ പരിഹസിച്ചിരിക്കുന്നത്. 21 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കായി ലോകത്തിന്റെ പകുതി ദൂരം പിന്നിട്ട് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ പറന്നെത്തി. യുദ്ധത്തിലൂടെ നേടാൻ സാധിക്കാത്തതെല്ലാം അവർ ചർച്ചയിൽ വെച്ച് ആവശ്യപ്പെട്ടു. എന്നാൽ ഇറാൻ ഒരു ബിഗ് നോ പറഞ്ഞു. അതോടെ ചർച്ച അവസാനിച്ചു. ഹോർമുസ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. വെറും കൈയോടെ വൈസ് പ്രസിഡന്റ് വീട്ടിലേക്ക് മടങ്ങി. വീണ്ടും പറയുന്നു, അവർക്ക് മുഖം രക്ഷിക്കാൻ ഒരു വഴിയും ശേഷിച്ചിട്ടില്ല എന്നാണ് ഖാനയിലെ ഇറാൻ എംബസി എക്സിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.